യേശുനാഥനിൽ പ്രിയ ചരിത്രപ്രേമികൾക്ക് സുസ്വാഗതം. 1599 ഉദയംപേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൽ നാം നടത്തുന്ന വിചിന്തനത്തിൻ്റെ 5ാം ഭാഗത്തേക്കാണ് നാം കടന്നു പോവുക. ട്രെൻഡ് കൗൺസിലിൻ്റെ പശ്ചാത്തല വിശകലനത്തിൻ്റെ 4ാം ഭാഗം ആണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ആയതിലേക്ക് ഏവരെയും സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളട്ടെ. 1537 ഇറ്റലിയിലെ മാന്തുവായിലും പിന്നീട് 1538 ഇറ്റലിയിലെ തന്നെ വിജൻസായിലും 1542 ട്രെൻഡിലും സൂനകദോസ് വിളിച്ചു ചേർക്കുവാനുള്ള പരിശ്രമങ്ങൾ വിവിധ കാരണങ്ങളാൽ ഫലവത്തായില്ല എന്നതായിരുന്നു ഈ നീക്കത്തിന് കാലവിളംബം നേരിടുവാൻ കാരണമായത് എന്നതും അറിയേണ്ടതുണ്ട്. യൂറോപ്പിലാകെ കറുത്ത മരണം അഥവാ ബ്ലൂബോണിക് പ്ലേഗ് 1548 പടർന്നു പിടിച്ചതോടെ സൂനകദോസിൻ്റെ വേദി ഇറ്റലിയിലെ ബൊളോഞ്ഞ നഗരത്തിലേക്കും അധികം താമസിയാതെ വീണ്ടും ട്രെൻഡിലേക്കും മാറ്റപ്പെട്ടതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇറ്റലിയുടെയും ജർമ്മനിയുടെയും അതിർത്തി പട്ടണമായ ട്രെൻഡ് നഗരത്തിൽ 1545 ഡിസംബർ 13 ആരംഭിക്കുകയും ഈ നഗരത്തിൽ വെച്ച് തന്നെ 1563 സമാപിക്കുകയും ചെയ്ത കത്തോലിക്ക സഭയുടെ 19ാം സാർവത്രിക സൂനകദോസായ ട്രെൻഡ് കൗൺസിൽ 1545, 1549, 1551, 1552, 1561, 1563 എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തപ്പെട്ടത്. വെറും 34 മെത്രാന്മാരുടെ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഈ സൂനകദോസ് 1563 ജൂലൈ 15 സമാപിക്കുമ്പോൾ 235 മെത്രാന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരുന്നു എന്നതും സ്മരണീയമത്രേ. പ്രിയരെ, എൻ്റെ ആമുഖ ഭാഷണത്തിൻ്റെ 4ാം ഭാഗം ഇവിടെ തീരുകയാണ്. അടുത്ത ഭാഗം അടുത്തതിൽ വിശകലനം ചെയ്യാം. ഇനി നമുക്ക് ട്രെൻഡ് കൗൺസിലിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം. അതിനായി പ്രിയ ബഹുമാനപ്പെട്ട ക്രിസ്റ്റഫർ മാളിയേക്കലിനെയും ഇവ ശ്രദ്ധിക്കുന്നതിനും ശ്രവിക്കുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും സബ്സ്ക്രൈബ് ചെയ്ത് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനുമായി പ്രിയ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സൂനകദോസിലെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനെ പറ്റിയാണല്ലോ നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ട്രെൻഡ് സൂനകദോസിൻ്റെ 5ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 4ാം പിയൂസ് മാർപ്പാപ്പയിൽ നിന്നും തീർത്തും വ്യത്യസ്തനായ സഭാകാര്യങ്ങളിൽ തീക്ഷ്ണതയോടെ വ്യാപരിക്കുന്ന ഡൊമിനിക്കൻ സന്യാസി വര്യനായ 5ാം പിയൂസ് മാർപ്പാപ്പ ട്രെൻഡ് സിനഡിൽ 3 പതിറ്റാണ്ടുകൾ കൊണ്ട് സഭയെ തീക്ഷ്ണമായി നയിക്കുന്നതിനെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുന്ന വിശ്വാസപരമായ യാഥാസ്ഥിതികത്വം മുറുകെ പിടിക്കുന്ന ഒരു മാർപ്പാപ്പയെ വത്തിക്കാൻ സിനഡ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. സഭയെ അടിമുടി നവീകരിക്കാൻ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി അനിവാര്യതയായി അദ്ദേഹം റോമിലെത്തി. സഭയുടെ ആന്തരിക പരിഷ്കരണം, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് സിദ്ധാന്തങ്ങളുടെ വ്യാപനം, കിഴക്ക് നിന്ന് തുർക്കി സൈന്യം മുന്നേറൽ എന്നിവയുമായി അദ്ദേഹം ഇടപെടുന്നത് അദ്ദേഹത്തിൻ്റെ പൊന്തിഫിക്കേറ്റ് കണ്ടു. വിജയം ഉറപ്പാക്കാൻ റോമിൽ അച്ചടക്കവും ധാർമ്മികതയും പുനഃസ്ഥാപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ബോധവാനായ അദ്ദേഹം താൻ ഉൾപ്പെട്ട ഡൊമിനിക്കൻ ഓർഡറിൻ്റെ രീതിക്ക് അനുഗുണമായി തെല്ലും വ്യതിചലിക്കാതെ മുന്നോട്ട് പോയി. ജനങ്ങളുടെ ഇടയിൽ വൈദികൻ താമസിക്കാൻ നിർബന്ധിക്കാനും നിർബന്ധിത സത്രങ്ങൾ സ്ഥാപിക്കാനും ഉറപ്പിക്കാനും തുടങ്ങി. പൊതുവെ ചടങ്ങുകളുടെ പ്രാധാന്യവും കുർബാനയുടെ പ്രത്യേക ആരാധനക്രമവും
അദ്ദേഹം വിശാലമായ നയത്തിൽ ഫലപ്രദമായ കർക്കശതയിലുടനീളം അന്വേഷണത്തിൻ്റെ ഫലപ്രാപ്തിയുടെ പരിപാലനത്തിനും വർധനവിനും ട്രെൻഡ് കൗൺസിലിൻ്റെ നിയമങ്ങളുടെയും ഉത്തരവുകളുടെയും നിർവഹണത്തിനും മറ്റ് പരിഗണനയേക്കാൾ മുൻഗണന അദ്ദേഹം നൽകിയിരുന്നു. കൗൺസിലിൻ്റെ ഒരു തീരുമാനം നടപ്പിലാക്കുന്നതിനായി റോമൻ മിസാളിൻ്റെ 1570 പതിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം കുർബാന മാനദണ്ഡമാക്കി. AD 1370 മുമ്പുള്ള കുർബാന ആരാധനക്രമം ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളിലൊഴികെ ലത്തീൻ സഭയിലുടനീളം പയസ് അഞ്ചാമൻ ഈ മിസാൾ നിർബന്ധമാക്കി. 1969-70കളിൽ പോൾ ആറാമൻ മാർപ്പാപ്പ റോമൻ മിസാൾ പുനഃപരിശോധിക്കുന്നതുവരെ 400 വർഷക്കാലം ഈ കുർബാനയ്ക്ക് മാറ്റമുണ്ടായിരുന്നില്ല. 1567 തോമസ് അക്വിനാസിനെ സഭയുടെ 5ാമത്തെ ലാറ്റിൻ ഡോക്ടറായി പ്രഖ്യാപിച്ച പയസ് അഞ്ചാമൻ അക്വിനാസിൻ്റെ ഓപ്പറ ഒമ്നിയായുടെ ആദ്യ പതിപ്പ് കമ്മീഷൻ ചെയ്തു. മാർപ്പാപ്പയുടെ ബഹുമാനാർത്ഥം എഡിയോ പിയാന എന്ന ഇത് വിളിക്കപ്പെടുന്നു. ഈ കൃതി 1570 സാന്താ മരിയ സോപ്ര മിനർവയിലെ ഡൊമിനിക്കൻ ഓർഡറിൻ്റെ സ്റ്റുഡിയം ജനറലിൽ നിർമ്മിക്കപ്പെട്ടു. ഇത് 1577 കോളേജ് ഓഫ് സെയിൻറ്റ് തോമസ് ആയും വീണ്ടും 20ാം നൂറ്റാണ്ടിൽ ആഞ്ചലിക്കത്തിലെ സെയിൻറ്റ് തോമസ് അക്വിനാസിൻ്റെ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയായും രൂപാന്തരപ്പെട്ടു. പയസ് അഞ്ചാമൻ്റെ ഭൂതകാലത്തിലേക്ക് നാം ഒന്ന് സഞ്ചരിക്കുകയാണ്. മിഷേൽ ഗിസ്ലിയേരി കർദിനാൾ തൻ്റെ രൂപതയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് പയസ് 4 മാർപ്പാപ്പ മരിച്ചു. ജനുവരി 4 സ്പെയിനിൽ നിന്നുള്ള ഒരു കൊറിയർ സന്ദേശം എത്തി. ഫിലിപ്പ് 2 രാജാവ് കർദിനാൾ ഗിസ്ലേരിയെ തിരഞ്ഞെടുക്കുന്നതിന് അനുകൂലമായി എന്ന അഭ്യൂഹങ്ങൾ പരന്നു. ഗിസ്ലിയേരിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഇതിനകം പിന്തുണച്ചിരുന്നിരുന്ന കർദിനാൾ ചാൾസ് ബോറോമിയോയുടെയും കൂട്ടാളികളുടെയും ശ്രമങ്ങൾക്ക് ഇത് കൂടുതൽ ആക്കം കൂട്ടി. കർദിനാൾമാർ പരസ്പരം തീവ്രമായി ചർച്ച ചെയ്തതോടെ ഗിസ്ലേരിയെ നോക്കിക്കാണുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ഇതൊടുവിൽ 1566 ജനുവരി 8 ഉച്ചകഴിഞ്ഞ് പുതിയ പോപ്പായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമായി. 10 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ 62ാം ജന്മദിനത്തിൽ പ്രോട്ടോ ഡീക്കൻ അദ്ദേഹത്തെ കിരീടമണിയിച്ചു. കോൺക്ലേവ് കഴിഞ്ഞ് 6 ആഴ്ച കഴിഞ്ഞ് കർദിനാൾ ബൊറോമിയോ പോർച്ചുഗലിലെ കർദിനാൾ ഹെൻറിക് തിരഞ്ഞെടുപ്പ് അനുസ്മരിച്ചുകൊണ്ട് കത്തെഴുതി. പുതിയ മാർപ്പാപ്പയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും തീക്ഷ്ണതയും നിമിത്തം അദ്ദേഹത്തോടുള്ള ഉയർന്ന ആദരവിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഈ ഗുണങ്ങൾ എല്ലാവരുടെയും വലിയ സംതൃപ്തിക്കായി നല്ല ഒരു മാർപ്പാപ്പയാക്കും എന്നതിൻ്റെ അടയാളമായി തീർന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ ഹോളി ലീഗിൻ്റെ രൂപീകരണം പയസ് അഞ്ചാമൻ ക്രമീകരിച്ചു. അതിൻ്റെ ഫലമായി ലെപ്പാൻ്റെ യുദ്ധം ഒക്ടോബർ 7, 1571 ഓസ്ട്രിയയിലെ ഡോൺ ജോണിൻ്റെ കീഴിലുള്ള സംയുക്ത കപ്പൽ സേന വിജയിക്കുകയും ചെയ്തു. യുദ്ധം എപ്പോൾ അവസാനിച്ചുവെന്ന് അദ്ദേഹം അത്ഭുതകരമായി അറിഞ്ഞിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവിയിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് താൻ റോമിലായിരുന്നു. മാൾട്ടയുടെ തലസ്ഥാന നഗരിയായ വല്ലറ്റയുടെ നിർമ്മാണത്തിലും പയസ് അഞ്ചാമൻ തൻ്റെ സൈനിക എഞ്ചിനീയറായ ഫ്രാൻസിസ്കോ ലാപ്പൊരെല്ലിയെ കോട്ടമതിലുകൾ രൂപകൽപ്പന ചെയ്യാൻ അയച്ചുകൊണ്ട് സാമ്പത്തികമായി സഹായിച്ചു. വിജയത്തിൻ്റെ സ്മരണയ്ക്കായി വിജയമാതാവിൻ്റെ തിരുനാൾ അദ്ദേഹം സ്ഥാപിച്ചു. പിയൂസ് അഞ്ചാമൻ സിംഹാസനത്തിൽ കയറിയപ്പോഴേക്കും പ്രൊട്ടസ്റ്റന്റ് മതം മുഴുവൻ ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും അതുപോലെ ജർമ്മനിയുടെ പകുതിയും നെതർലൻഡ്സും ഫ്രാൻസിൻ്റെ ചില ഭാഗങ്ങളും തൂത്തുവാരിയിരുന്നു. സ്പെയിൻ, അയർലൻഡ്, പോർച്ചുഗൽ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ മാത്രമാണ് കത്തോലിക്കരായി നിലകൊണ്ടത്. ഇറ്റലിയിലേക്കുള്ള കലാപം തടയാൻ പയസ് അഞ്ചാമൻ തീരുമാനിച്ചു. അത് ആൽപ്സ്, മിലാൻ വഴി വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തൻ്റെ മാർപ്പാപ്പ പദവിയുടെ ആദ്യ വർഷത്തിൽ പയസ് സ്കോട്ട്ലൻഡിലെ രാജ്ഞിയായ മേരിയോട്
കത്തോലിക്ക മതം പുനഃസ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചു. ധനസഹായം നൽകുകയും ജെസ്യൂട്ട് വിൻസെൻസോ ലോറയെ സ്കോട്ട്ലൻഡിലേക്ക് നൂൻഷ്യോ ആയി അയക്കുകയും ചെയ്തു. എന്നിരുന്നാലും മേരിയുടെ പ്രൊട്ടസ്റ്റന്റ് അർദ്ധ സഹോദരൻ ജെയിംസ് സ്റ്റുവർട്ട് മോറയിലെ പ്രഭു ഗവൺമെൻറ്റിൽ തിരിച്ചെത്തിയപ്പോൾ അവളുടെ കത്തോലിക്ക ഭർത്താവ് ഹെൻറി സ്റ്റുവർട്ട് ലോർഡ് ഡാർലി പ്രതികൂലമായി. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലവുമായില്ല. പ്രിയരെ, 5ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡോടുകൂടി തെന്ത്രോസ് സൂനഹദോസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ സമാപിക്കുന്നു. ഇതുവരെ എന്നെ ശ്രവിച്ചതിന് നന്ദി.